ഹലോ ഫ്രണ്ട്സ്, ടൈം വിത്ത് എൻ ബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ലാസ്റ്റ് വീക്ക് ജോർജിയ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറേ സ്ഥലങ്ങളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഇട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് അബുദാബിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. വൈകിട്ട് 5:30-ക്കായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ അബുദാബിയിലുള്ള ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ജോർജിയയ്ക്ക്. ഒരു 9:15 കൂടി ഞങ്ങൾ ജോർജിയ എത്തി. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവർ ഷോർട്ട എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ നേരെ കൊണ്ടുപോയത് ഫുഡ് കഴിക്കാനാണ് ഹോട്ടലിലേക്ക്. ബിയർ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു അത്. ഞങ്ങൾ അവിടുത്തെ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള കച്ചാപ്പൂരിയും ചിക്കൻ ബാർബിക്യൂ ആണ് ഓർഡർ ചെയ്തത്. കച്ചാപ്പൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഉള്ളിൽ ചീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ ഒരു കൂടെ ഒരു സോസും ഉണ്ടായിരുന്നു. ആ സോസ് കൂട്ടി കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കുട്ടീസി സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്ന് അവിടുത്തെ രാത്രി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. എല്ലാവരും നല്ലോണം ടയേർഡായിരുന്നു. അപ്പോൾ റൂം ഒക്കെ നല്ല അടിപൊളി റൂമായിരുന്നു. റൂമിൻ്റെ വൺ സൈഡ് പുഴയായിരുന്നു. അപ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. കുട്ടീസിയിലെ രാത്രി കാഴ്ചകളും പകൽ കാഴ്ചകളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് ജോർജിയയിലെ സ്കാൽറ്റുബോയിലുള്ള സാനറ്റോറിയം മീഡിയ എന്നുള്ള റിസോർട്ടിലേക്കാണ്. പണ്ട് ജോർജിയ USSRൻ്റെ ഭാഗമായിരുന്നപ്പോൾ സ്റ്റാലിനൊക്കെ വന്ന് താമസിച്ചിരുന്ന റിസോർട്ടാണിത്. ഇപ്പോൾ ഈ റിസോർട്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ആർക്കിടെക്ചറലി വളരെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ച ഒന്നാണ്. ജോർജിയയിൽ വേറെ കുറേ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പല പല ഹോട്ടലുകളുണ്ട്. ചിലതൊക്കെ ഇപ്പോഴും റിനോവേഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കുറേ ഹോട്ടലുകൾ റിസോർട്ടുകൾ ഇതുപോലെ മെയിൻ്റനൻസും ഒന്നും ഇല്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സാനറ്റോറിയം മീഡിയയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അടുത്തതായി പോകുന്നത് പ്രൊമത്തേസ് കേവ് കാണാൻ വേണ്ടിയിട്ടാണ്. പ്രൊമത്തേസ് കേവിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗൈഡിൻ്റെ കൂടെയാണ് നമ്മൾ കേവിനുള്ളിലേക്ക് കടക്കുന്നത്. കേവിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഗൈഡ് കേവിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ വിവരിച്ച് തരുന്നുണ്ടായിരുന്നു. കേവിനുള്ളിൽ നല്ല ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രൊമത്തേസ് കേവിലെ കാഴ്ചകളും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ മാർബിലി കാനിയോൺ ലക്ഷ്യം വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് സൈഡിൽ നിന്ന് നമുക്ക് മാർബിലി കാനിയോണിൻ്റെ അടുത്തെത്തണമെങ്കിൽ സിപ്പ് ലൈൻ വഴിയും നടന്നും പോകാൻ പറ്റും. ഞങ്ങൾ സിപ്പ് ലൈൻ വഴിയാണ് പോയത്. മാർബിലി കാനിയോണിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം നീല നിറത്തിലുള്ള വെള്ളവും രണ്ട് സൈഡിലുള്ള പച്ചപ്പും ഒഴുകി വരുന്ന അരുവികളുടെ സൗണ്ടും കിളികളുടെ സൗണ്ടും അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. മാർബിലി കാനിയോണിലെ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ള
ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് വെള്ളച്ചാട്ടം കാണാനൊക്കെയാണ് പോയത്. അടുത്തത് ഞങ്ങളെ ജോർജിയൻ ട്രിപ്പിലെ ഫസ്റ്റ് ഡേയിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ വൈനറി കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഷോർട്ടയുടെ റിലേറ്റീവായ ഒരാളുടെ വീട്ടിലേക്കാണ് പോയത്. അവരുടെ ഗാർഡനിൽ മുന്തിരി, പീച്ച്, ആപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് എത്ര വേണമെങ്കിലും പൊട്ടിച്ച് കഴിച്ചോളാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മാജിനെയൊക്കെ മുന്തിരി നല്ല ഫ്രഷായിട്ട് തന്നെ പൊട്ടിച്ച് കഴിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല മധുരം. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് അവർ ബാർബിക്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ്. നല്ല രീതിയിൽ അവരവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഒരു സൈഡിലായിട്ട് മുന്തിരിത്തോട്ടവും ഒരു സൈഡിൽ ചോളവുമാണ്. ഈ കാണുന്ന ചെറിയ വീട് പോലെ ഉള്ളത് അവർ ചോളം പറിച്ച് കഴിഞ്ഞ് ഉണക്കാൻ വേണ്ടി വയ്ക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ, അവരുടെ കൃഷിരീതി, അവരുടെ ജീവിതശൈലി, അവരുടെ കൾച്ചർ, എല്ലാ കാര്യങ്ങളും വിവരിച്ച് തന്നിട്ടുണ്ടായിരുന്നത് ടാങ്കോ ആയിരുന്നു. അവൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷേ അവൻ നല്ല പ്രൊഫഷണൽ രീതിയിലായിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. You know what makes a bread, but we from the pkvili we are making jadi, you know, jadi, and this is some version of the bread but the Georgian. So they were saving corn there, and they were dabkva. I know it's called dabkva, it's not in English. They were kvavdenen corn, and they were getting a pkvili which was making a bread. Okay. Women, there were some our hats. I mean, this is hats, Svanyan head, like Svaneti in and around like they were in the mountains. They are using this to not to get cold. Okay. And this is their tradition hat made by wool. And this is a hat of the Svaneti, from Svaneti. And Svania people were having this all the time in ancient time. Have it. Yeah, we will purchase from outside. Yeah. Later. You can take the photos later with this. Yeah. പിന്നെ ഞങ്ങൾ അവരുടെ മുന്തിരിത്തോട്ടത്തിൽ കൂടെ കുറച്ച് നേരം നടന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുന്തിരിത്തോട്ടത്തിൽ കൂടെ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കുറേ പഴുത്ത മുന്തിരിയും കുറേ പച്ച മുന്തിരിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവർ നമുക്ക് കുറേ അവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും അവരുടെ സ്റ്റെപ്പാണ് കേട്ടോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ടാങ്കോൻ്റെ കസിൻസാണ്. ഞാനും മാജിനെയും കുറേ നേരം അവരുടെ കൂടെ ഡാൻസ് കളിച്ചു. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ അവരുടെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടൊരു 10ഓളം ഐറ്റം ഫുഡ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും
ബൈ.